രണ്ടാം ലോക യുദ്ധകാലത്ത് അമേരിക്ക ജപ്പാനിൽ നടത്തിയ ആണവാക്രമണം ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്തതാണ്. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും 3 ദിവസങ്ങൾക്ക് ശേഷം നാഗസാക്കിയിലുമായി 2 ആണവ ബോംബുകളാണ് US സൈന്യം അന്ന് പ്രയോഗിച്ചത്. ലക്ഷക്കണക്കിന് മനുഷ്യരെ ആ 2 ബോംബുകൾ കൊണ്ട് അമേരിക്ക കൊന്നൊടുക്കി. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിതം മുഴുവൻ ആണവ വികിരണത്തിന്റെ തീരാദുരിതം പേറിക്കഴിയുന്നവർ അനേക ലക്ഷങ്ങൾ. ആക്രമണം നടത്തി തൊട്ടു പിന്നാലെ അന്ന് US പ്രസിഡന്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ആണവ ബോംബ് ഉപയോഗിച്ച കാര്യം സ്ഥിരീകരിച്ചു. ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ക്രൂരതകളുടെ അധ്യായമായി അങ്ങനെ ഹിരോഷിമയും നാഗസാക്കിയും മാറി. ചരിത്രത്തിൽ ഒരു യുദ്ധത്തിനിടയിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് അന്ന് ആദ്യമായിരുന്നു. അതിനുശേഷവും ആണവായുധങ്ങൾ ഉപയോഗിച്ചതിന് വ്യക്തമായ തെളിവുകളില്ല. കഴിഞ്ഞ ശനിയാഴ്ച ജപ്പാനോടൊപ്പം ലോകം മുഴുക്കെയും ആ നടുക്കുന്ന ഓർമ്മകളുടെ 80ാം വാർഷികം ആചരിച്ചു. അതിനിടയിൽ ഒരേ സമയം കൗതുകവും ആശ്വാസവും ഉണ്ടാക്കുന്ന ഒരു പഠന റിപ്പോർട്ടും പുറത്തു വന്നു. ആണവ വികിരണം കാരണം അർബുദം ബാധിച്ച് വെറും 1% പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്നാണ് പുതിയ പഠനം. UK ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ഫിലിപ്പ് തോമസ് വർഷങ്ങളെടുത്ത് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 1945 ആണവ ബോംബാക്രമണത്തിൽ ഹിരോഷിമയിൽ ഏകദേശം 1,40,000 പേരും നാഗസാക്കിയിൽ 74,000 പേരുമാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടനത്തിൽ പരിക്കേറ്റും ഉയർന്ന താപവും റേഡിയേഷൻ മൂലവുമായിരുന്നു അത്രയും പേർ കൊല്ലപ്പെട്ടത്. എന്നാൽ അതിലേറെ പേർ ആക്രമണത്തിന്റെ പലതരത്തിലുള്ള ആഘാതങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പോഴും കഴിയുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 3.24 ലക്ഷം വരും അവരുടെ എണ്ണം. ബോംബ് സ്ഫോടനത്തിന്റെ ഇരകൾ എന്ന പേരിൽ ഹിബാകുഷ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഹിരോഷിമ നാഗസാക്കി ഇരകളുടെ ആരോഗ്യ വിവരങ്ങൾ നിരീക്ഷിച്ച് വർഷങ്ങളെടുത്ത് നടത്തിയ ഗവേഷണങ്ങളുടെ പഠന റിപ്പോർട്ടാണ് ബ്രിസ്റ്റോൾ പ്രൊഫസറായ ഫിലിപ്പ് തോമസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 3.24 ലക്ഷം അതിജീവിതരിൽ ഏകദേശം 3,100 പേർ മാത്രമാണ് റേഡിയേഷൻ മൂലമുള്ള ക്യാൻസർ ബാധിച്ച് മരിച്ചത് എന്നാണ് പഠനത്തിലെ പ്രധാന കണ്ടെത്തൽ. രക്താർബുദം, ട്യൂമർ ഉൾപ്പെടെയുള്ള ക്യാൻസറുകളാണ് പ്രധാനമായും ആണവ വികിരണം മൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മരണസാധ്യത വളരെ കുറവാണെന്നാണ് പഠനത്തിൽ വിലയിരുത്തുന്നത്. റേഡിയേഷൻ അപകടകരമാണെങ്കിലും അത് അർബുദത്തിനിടയാക്കാനും മരണത്തിൽ കലാശിക്കാനുമുള്ള സാധ്യത പൊതുവെ ആളുകൾ വിചാരിക്കുന്നതിലും വളരെ കുറവാണെന്നാണ് ഫിലിപ്പ് തോമസ് പറയുന്നത്. ജപ്പാൻ അമേരിക്ക റേഡിയേഷൻ ഇഫക്ട്സ് റിസർച്ച് ഫൗണ്ടേഷൻ RERF-ന്റെ ശേഖരത്തിലുള്ള ആണവ ബോംബിരകളുടെ സാമ്പിളുകളാണ് അദ്ദേഹം പഠനത്തിനായി ആധാരമാക്കിയത്. 1950 മുതൽ 2025 വരെയുള്ള 87,000 പേരുടെ സാമ്പിളുകൾ അക്കൂട്ടത്തിലുണ്ട്. സ്ഫോടനം നടന്ന് 2-3 വർഷത്തിനുള്ളിൽ റേഡിയേഷൻ മൂലമുള്ള രക്താർബുദ സാധ്യതയുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധർ ഇത്രയും കാലം വിലയിരുത്തിയിരുന്നത്. ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴേക്കും അത് തീവ്ര നിലയിലെത്താനും സാധ്യതയുണ്ട്. എന്നാൽ വലിയ ട്യൂമറുകൾ ഉൾപ്പെടെ ശരീരത്തിൽ വികസിച്ചു വരാൻ ഒരുപക്ഷെ 50 വർഷം വരെ സമയമെടുക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എന്നാൽ ബോംബ് സ്ഫോടനത്തിൽ ഉയർന്ന തോതിൽ റേഡിയേഷൻ നേരിട്ടവരെല്ലാം ദീർഘകാലം ജീവിച്ചിട്ടുണ്ട് എന്നാണ് ഫിലിപ്പ് തോമസ് ചൂണ്ടിക്കാട്ടുന്നത്. 2.25 എന്ന തോതിൽ ആണവ വികിരണം നേരിട്ടവരുടെ ശരാശരി മരണപ്രായം പോലും 78-ന് മുകളിലാണെന്നും അദ്ദേഹം പറയുന്നു. ഇലക്ട്രോണിക് റേഡിയേഷന്റെ അപകട സാധ്യതകളെ ചിലർ അതിശയോക്തി കലർത്തി പറയുമ്പോൾ മറ്റു ചിലർ അവയെ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പഠനത്തോട് പ്രതികരിച്ച് അർബുദ വിദഗ്ധനായ ആമി ബെറിംഗ്ടൺ പറയുന്നത്. എന്നാൽ ഫിലിപ്പ് തോമസിന്റെ പഠനത്തിലെ നിഗമനങ്ങൾ ഹിരോഷിമ നാഗസാക്കി വിഷയത്തിൽ മുൻപ് നടത്തിയ പഠനങ്ങളോട് ഏറെക്കുറെ യോജിക്കുന്നതാണെന്നും ബെറിംഗ്ടൺ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു ആശ്വാസ വാർത്ത കൂടി ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബെറിംഗ്ടണിന് പങ്കുവെക്കാനുണ്ട്. ആണവ സ്ഫോടനത്തിൽ ഇരകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ മക്കളിലേക്കും പിൻതലമുറക്കാരിലേക്കും കൈമാറുന്നില്ല എന്നാണ് ആ സന്തോഷകരമായ കാര്യം. ഇവരുടെ കുട്ടികളിൽ റേഡിയേഷൻ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ് കണ്ടെത്തൽ.